ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുലൻസ്. നമ്മളിന്ന് കാണുന്നത് പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. ഇത് വന്നിരിക്കുന്നത് 60x60 ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് ഒരു ഫിനിഷിങ് വരുന്നത് ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിംഗ് ആണ്, പ്യുവർ കോട്ടൺ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു പാർട്ട് എടുത്തിട്ട് ഒന്ന് ബേൺ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ആഷ് പൗഡർ ഫോമിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് കോട്ടൺ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഇതിലൊരു കളർ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 119 രൂപ പെർ മീറ്ററിൽ മിക്സ് ആൻഡ് മാച്ച് ആയ ഒരു കളക്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ്, നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിൻ്റാണ്. ഇതെല്ലാം സ്ക്രീൻ പ്രിൻറ്റിലുള്ള ഫാബ്രിക്കാണ്, ഹാൻഡ് ബ്ലോക്ക് അല്ല, സ്ക്രീൻ പ്രിൻറ്റിലാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ ഫാബ്രിക്കിനകത്തുള്ള പ്രിൻറ്റിങ് പല തരത്തിൽ വരാറുണ്ട്. സ്ക്രീൻ പ്രിൻറ്റിലുണ്ട്, ഡിസ്ചാർജ് പ്രിൻറ്റിലുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലുണ്ട്, ഡിജിറ്റൽ പ്രിൻറ്റിലുണ്ട്. അപ്പോൾ ഈ കോട്ടൺ അധികം തന്നെ വരുന്നത് സ്ക്രീൻ പ്രിൻറ്റിലാണ്. പിന്നെ ഹാൻഡ് ബ്ലോക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട്, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കൊണ്ടുവരാറുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, ശരിക്കും ഒരു റോ ഫിനിഷിൽ ആ ഒരു ഫാബ്രിക് വരാറ്. അപ്പോൾ അതുപോലെ തന്നെ ഡിസൈൻസ് ആയാലും ഇങ്ങനെ കറക്റ്റ് വേയിൽ വന്നോളണമെന്നില്ല, ബ്ലോക്ക് വയ്ക്കുന്നതനുസരിച്ചൊക്കെ ചേഞ്ച് വരാമല്ലോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സ്ക്രീൻ പ്രിൻറ്റിലാണ് കേട്ടോ, പീച്ച് കളറാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പോകുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻറ്റാണ്. മാത്രമല്ല അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒരു ബ്ലൂ റെഡ് കളറിലുള്ള പ്രിൻറ്റുകളൊക്കെ പോകുന്നു. അതുകൂടാതെ ഇതിനകത്തൊരു ഫോയിൽ കളർ പോകുന്നുണ്ട്, അതായത് ഗോൾഡ് കളറിലുള്ള ഫോയിൽ. വൺ സൈഡിനകത്തായിട്ട് ഇത് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്ലീവിൻ്റെ എൻഡിലോ നെക്കിൻ്റെ സൈഡിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് മാച്ച് ചെയ്യാവുന്നൊരു ഡിസൈൻ അവൈലബിൾ. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി ചെയ്തപ്പോൾ ഈ ഒരു പാർട്ടിനകത്തേക്ക് ഈ ഡിസൈനും ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരു പോർഷൻ മാത്രം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ആ ഒരു പാർട്ടിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡിസൈനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ ഇതിനകത്തുള്ള ഡിസൈൻ ക്ലിയർ ആകും. ഇത് വന്നിരിക്കുന്നത് ഒരു സിഗ്സാഗിലാണ്, പക്ഷേ ആ സിഗ്സാഗ് ഇങ്ങനെ ലൈനായിട്ടല്ല പോകുന്നത്, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണത് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രം വെച്ച് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ക്യാമ്പ്രിക്കാണ് ഫാബ്രിക്, അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സെയിം രണ്ട് ഡിസൈൻ്റെയും കുറച്ച് കളേഴ്സാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ വരുന്നൊരു ഗ്രേ ടോണാണ്. അപ്പോൾ ഈ ഒത്തിരി കളർ ഇഷ്ടപ്പെടാത്തവർക്ക്, ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വെയർ ചെയ്യണം എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഗ്രേ കളർ എന്നുള്ളത് കേട്ടോ. ഇതെങ്ങനെയായിരിക്കും നമ്മളിത് മാത്രമായിട്ട് ടോപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനൊക്കെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്, അതായത് ഈ ഗ്രേക്കകത്ത് ചെറിയൊരു പിങ്ക് കളറിലുള്ള പ്രിൻ്റാണ്. അപ്പോൾ ആ ഒരു കളറാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ബോർഡറായിട്ട് പോയിട്ടുള്ളത്. ഇതിനകത്തും ഗോൾഡ് ഫോയിൽ കളർ പോകുന്നുണ്ട്. ബോട്ടം അല്ലെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ടോപ്പ് ചെയ്യണമെങ്കിലൊക്കെ നെക്സ്റ്റ് ഡിസൈൻ അവൈലബിളാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രേ കളർ, അതായത് ഈ ഒരു ഗ്രേ എന്ന് പറയുന്നത് സ്മോ ഗ്രേ ആണ് കേട്ടോ. ആ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഗ്രേ അല്ല, സ്മോ ഗ്രേ. ഇത് ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. നെക്സ്റ്റ് കളറ് പിങ്ക് ആണ് കേട്ടോ, പിങ്ക്. അപ്പോൾ പിങ്കിനകത്തേക്ക് വരുന്നത് സെയിം ആ ഒരു പ്രിൻ്റ് തന്നെ, എല്ലാത്തിനകത്തും പ്രിൻ്റ് സെയിം തന്നെ, കളറാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിനകത്ത് ഡിസൈനായിട്ട് പോകുന്നത്. ഫ്ലവർ മാത്രമല്ല, ലീവ്സും പോകുന്നുണ്ട്. വൺ സൈഡിനകത്തായിട്ട് ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ ആ സിഗ്സാഗ് ഡിസൈനാണ്, ഇതിനകത്ത് തന്നെ വന്നിട്ടുള്ള സിഗ്സാഗാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ് കേട്ടോ. എല്ലാം തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു കളേഴ്സാണ് ഇതിനകത്തൊക്കെ പോകുന്നത്. നല്ല ഭാഗം കാണിച്ചു തരാം, ഇതായിരിക്കും ഇതിൻ്റെ നല്ല ഭാഗം. സിഗ്സാഗും ഇതിനകത്ത് അവൈലബിൾ, എല്ലാ കളേഴ്സിലും 2 ഡിസൈൻ വീതം അവൈലബിൾ ആണ്. പ്യുവർ കോട്ടൺ ആണ്, കളർ ഗാർഡ് യൂസ് ചെയ്താൽ നന്നായിരിക്കുമേ. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്, ലാവൻഡർ ടോണിലുള്ള ആ ഒരു പ്രിൻ്റാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്ന വീഡിയോയിലൊക്കെ പറയാറുണ്ട്, ഞാൻ ഈ വെയർ ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ സെയിലിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈസ് വരുന്നത് ലാർജ് സൈസിലേക്കാണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ മെഷർമെൻറ്റ് ചാർട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 8891270225 കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് ജസ്റ്റ് ഈ ഒരു പ്രസൻറ്റേഷന് വേണ്ടി മാത്രം സ്റ്റിച്ച് ചെയ്യുന്നതായതുകൊണ്ട് സെയിലിന് അവൈലബിൾ ആക്കുകയാണ്. ഇതെങ്ങനെയായിരിക്കും ഇത് വരുന്നത്. വൺ സൈഡിനകത്തൊരു ബോർഡറും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ.
ഇതിൻ്റെയും എന്താ പറയുന്നത് ആ ഒരു സിഗ്സാഗ് ഡിസൈൻ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. പിന്നെ കണ്ടത് പ്യുവർ കോട്ടണിൽ കാംബ്രിക് കോട്ടണിൽ വന്നിരുന്ന മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. 119 രൂപ പെർ മീറ്റർ 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. നമ്മുടെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.